എണീറ്റുകൊണ്ട് എൻ്റെ മുഖം കാണേണ്ട ഒരുപോലെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ രാവിലെ മുഖം കാണിക്കാത്തത്. അപ്പോൾ ഇപ്പോഴും ഉണ്ട്, എന്നാലും രാവിലെ എണീറ്റുകൊണ്ടിനെക്കാട്ടിലും എത്ര ഭേദം. അപ്പോൾ ഞാൻ സാധാരണ ഇത്ര നേരത്തെ എന്നൊന്നും പറയാനില്ല, 6:30ക്കാണ് എണീറ്റത്. സാധാരണ ഇത്ര ഇപ്പോഴും എണീക്കാറില്ല. ഞാനൊരു 7:30ക്കൊക്കെ എണീക്കാറുള്ളൂ. അപ്പോൾ എക്സാംസ് അടുത്താവാറായി, അപ്പോൾ നേരത്തെ എണീക്കാമെന്ന് വിചാരിച്ചപ്പോൾ എന്നാലേ കഴിയുള്ളൂ. നമുക്ക് ഇനിയിപ്പോൾ വേഗം പോർഷൻസ് തീർന്നു വെച്ചാൽ പഠിച്ചു കഴിഞ്ഞു വെച്ചാൽ നമുക്ക് കുറച്ച് സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ കഴിഞ്ഞിട്ടില്ല, പോർഷൻസ് ഇനിയും കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി കുറച്ച് പോർഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഇന്ന് രാവിലെ എണീറ്റ് പഠിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ബുക്സൊക്കെ എൻ്റെ ബെഡ് ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ആ ടേബിളിലല്ല ഇരിക്കുന്നത്. എന്താ വെച്ചാൽ ഈ ഇടയായിട്ട് രാവിലെ നല്ല ചൂടുണ്ട്. പറഞ്ഞാൽ വല്ലാതല്ല, എനിക്ക് ചെറുതായിട്ട് ചൂടുക്കണ പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ ഫാനിൻ്റെ നേരെ താഴെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത്. അല്ലാതെ അവിടെ ഇരിക്കാൻ മടിയായിട്ടൊന്നുമല്ല. ഇവിടെ ആണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ കാറ്റ് കിട്ടും, അവിടേക്ക് അത്ര കാറ്റ് കിട്ടില്ല. അപ്പോൾ ഞാൻ രാവിലെ ഫിസിക്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പുതിയ പോർഷൻസ് പഠിക്കുകയാണ്, എന്നിട്ട് ഞാൻ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേഗം ഇന്ന് പഠിച്ചു തന്നാൽ വേഗം റിവിഷൻ തുടങ്ങാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കുറച്ച് നേരത്തെ പതുക്കെ നേരത്തെ എണീക്കാൻ നോക്കുന്നുണ്ട്. ഇന്നാണ് ഫസ്റ്റ് ഡേ. അപ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ 6:30ക്ക് എണീറ്റു. ഞാൻ സാധാരണ 7:30ക്കാണ് എണീക്കാറ്. അപ്പോൾ ഇന്ന് 1 മണിക്കൂർ നേരത്തെ എണീറ്റു. അപ്പോൾ കുറേയൊന്നുമില്ല പഠിക്കാൻ. രാവിലെ പഠിക്കാൻ പറഞ്ഞാൽ ഇന്നലെ ഒരു പുതിയ ചാപ്റ്റർ പഠിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓൾമോസ്റ്റ് കുറേ കഴിഞ്ഞ് ഇനി കുഞ്ഞ് ഭാഗം കൂടിയാണ്. അത് വാച്ച് പഠിക്കാനുള്ളതാണ്, ഒന്ന് ചെയ്ത് പഠിക്കേണ്ട ഡെറിവേഷനാണ്. അപ്പോൾ അത് ഞാൻ രാവിലെ പഠിക്കാൻ വിചാരിച്ചു. ചിലപ്പോൾ എനിക്ക് വാച്ച് പഠിക്കാൻ പ്രശ്നമൊന്നുമില്ല, ഞാനത് ഇന്നലെ തീർത്തു. ഇപ്പോൾ ചെയ്ത് പഠിക്കേണ്ടത് 2-3 ഡെറിവേഷൻ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ ഓൾറെഡി അത് പഠിച്ച് കഴിയുമ്പോൾ കുറച്ച് നേരമായി. അപ്പോൾ മടുപ്പും വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ പഠിക്കാമെന്ന്. രാവിലത്തെ പഠിത്തം കഴിഞ്ഞു. എൻ്റെ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ ഞാൻ റെഡി ആവാൻ പോവാണ്. ഞാൻ എൻ്റെ ബാഗിലെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ താഴെ പോയിട്ട് ലഞ്ച് എടുത്ത് വെക്കണം. ഞാൻ എൻ്റെ ബാഗിൻ്റെ ഒരു ഐഡൻറ്റിറ്റി കാർഡൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ റെഡി ആവണം. ഇനി ഞാൻ യൂണിഫോമൊക്കെ ഇടട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ യൂണിഫോമൊക്കെ ഇട്ടു.
ഇനിയിപ്പോൾ എന്താ വാച്ച് ഇടുകയാണ്. വാച്ചും പിന്നെ ഇത് ഞാൻ ഓൾറെഡി ഇടാറുള്ള ബ്രേസ്ലെറ്റ് തന്നെയാണ്. ഇത് എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ പുതിയ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഇടാറുണ്ട്. ഇനി ഇതിടാമെന്ന് വിചാരിക്കണേ. പിന്നെ എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ്, അപ്പോൾ ഞാൻ രാവിലെ ആദ്യം ആലോവേറ ജെൽ എല്ലാ ദിവസവും തേക്കിയിട്ട് അങ്ങനെ സ്കൂളിൽ പോകുമ്പോഴത്തേക്കൊക്കെ തേക്കും. അപ്പോൾ തേക്കുന്നുണ്ട്. ഇത് തേച്ചാൽ ഒരു എന്താ പറയുക, വെറുതെ വല്ലതും മുഖത്ത് തേക്കാൻ വെച്ചിട്ട് തേക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റീസണൊന്നുമില്ല. ഇത് തേച്ചാൽ കുറച്ച് എന്താ ഗ്ലോ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. എനിക്ക് പ്രത്യേകിച്ച് പുറത്ത് പോകുമ്പോഴൊന്നും മേക്കപ്പ് എന്നൊന്നും പറയാനൊന്നുമില്ല. ഞാൻ ഇതന്നെ എപ്പോഴും പുറത്ത് പോകുക പറഞ്ഞാൽ ഇത് മാത്രമേ തേക്കുള്ളൂ. മുഖത്ത് വേറെ എന്താ പറയുക കോമ്പാക്റ്റോ ഫൗണ്ടേഷൻ അങ്ങനെയൊക്കെ ഞാൻ ഓരോരുത്തരുണ്ട് കാണാറുണ്ട്. ഞാൻ അങ്ങനത്തെ ഒന്നും ഇടാറില്ല. ഒന്നും പൗഡറൊന്നും ഇടാറില്ല. ഇത് മാത്രമേ തേക്കുള്ളൂ. ഇത് പിന്നെ വേഗം മുഖം കഴുകിച്ച് ഒരു പ്രാവശ്യം വെള്ളം തട്ടിയാൽ വേഗം പോകുന്നത്. കുറേ നേരം നിൽക്കൊന്നുമില്ല, കുറച്ച് നേരത്തേക്ക് മാത്രം. പക്ഷെ എന്നാലും എന്താ പറയുക, അലോവേറ മുഖത്ത് നല്ലതാണല്ലോ. ഒരു ഓൾമോസ്റ്റ് ഒരു സ്കിൻ കെയർ പോലെ. പിന്നെ ഞാൻ ലിപ് ബാം ഇടുന്നുണ്ട്. നിവ്യയുടെ ലിപ് ബാമാണ്. അത് എപ്പോഴും ഇടുന്നത് തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ താഴെ മുട്ടുകുത്തി ഇരുന്നിട്ടാണ് ചെയ്യണത്. സാധാരണ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്താ വെച്ചാൽ ഇത് ക്യാമറ പൊക്കി വയ്ക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കണത്. ലൈറ്റിങ്ങും ശരിയാവുന്നില്ല. ഞാൻ ലിപ് ബാം ഇട്ടു. ഞാൻ പൊട്ടിടുന്നുണ്ട്. ഇത് ഐലൈനറാണ്. ഞാൻ ഐലൈനർ വാങ്ങിയത് ഇത് പൊട്ടിടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഐലൈനർ യൂസ് ചെയ്യാറില്ല. എനിക്ക് ഇത് ഇടാറില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇടില്ലാന്നല്ല, എന്താ ഒരു ബ്രഷ് പെൻ പോലത്തെ സാധനമുണ്ട്. അങ്ങനത്തെ ബ്രഷ് പെൻ പോലത്തെ സാധനം. ഇതോടാണ് ഞാൻ ഐലൈനർ ഇടുകയാണെങ്കിൽ കേട്ടോ. എപ്പോഴെങ്കിലും ഇടുള്ളൂ. പൊട്ട് തൊട്ട് സൈഡിലായോ എന്നൊരു ഡൗട്ട്. പിന്നെന്താ പ്രശ്നം പഠിച്ചു കഴിഞ്ഞാൽ ഇതന്നെ ഉള്ളൂ. ഇനി മുടി കെട്ടണം. മുടി അടിച്ച് കിട്ടണം. എല്ലാ ദിവസവും പിന്നെ കിട്ടണമെന്ന് വെച്ചാൽ എനിക്ക് ഉച്ചയാകുമ്പോഴേക്ക് നല്ല ചൂടുക്കും. അപ്പോൾ ഞാൻ ഈ മുടി കെട്ടാൻ പോവുകയാണ്. ഇന്ന് കുറച്ചൊന്ന് ലേറ്റായി. എന്താ വെച്ചാൽ ക്യാമറ വയ്ക്കാൻ കറക്റ്റ് പൊസിഷൻ കിട്ടുന്നില്ല. ഒന്നെങ്കിൽ ലൈറ്റിങ് ശരിയാവില്ല, അല്ലെങ്കിൽ ബ്ലറായി പോവുകയാണ്. അതുകൊണ്ട് ഞാൻ കുറേ നേരമായി ക്യാമറ വെച്ച് കളിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെച്ചിട്ട് ഞാനിപ്പോൾ എഴുതുമ്പോൾ വ്ളോഗ് എടുക്കുമ്പോൾ തന്നെ എൻ്റെ ക്യാമറ ഇടയിലൊന്നും വീണു പറഞ്ഞാൽ ശരിക്കും ആ പൊസിഷൻ കിട്ടണില്ല. ശരിക്കും നിർത്തി ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് നിർത്തി വെക്കുന്നത്. ഞാൻ ബെഡ് ടേബിളിൽ വെക്കുമ്പോൾ കേട്ടോ. സൈഡിൽ വയ്ക്കുമ്പോൾ കുഴപ്പമില്ല. ബെഡ് ടേബിളിൽ വെച്ച് എഴുതുമ്പോൾ അപ്പോൾ ക്യാമറ ഇളകുന്നതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വീഴുകയാണ്. അപ്പോൾ എങ്ങനെയൊക്കെയോ അപ്പോൾ ക്യാമറ വയ്ക്കാൻ കുറച്ച് ടൈം എടുത്തു. അതുകൊണ്ട് ഇന്ന് കുറച്ച് ലേറ്റായി. ഈ വേഗം റെഡി ആവണം. ഞാൻ ഈ മുടി കെട്ടാൻ പോവാം. എന്തായാലും ഇനിയിപ്പോൾ സമയമില്ല. ഇനി ഞാൻ താഴെ ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു ടാക്ലിപ്പിൻ്റെ കയ്യിലെടുത്തിട്ടുണ്ട്. കുറച്ച് നേരം ഞാൻ ചിലപ്പോൾ ഈ ഭാഗത്ത് നിന്ന് വന്നു എന്ന് വരും. അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു സേഫ്റ്റിക്ക് ക്ലിപ്പ് വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ എന്തായാലും പുറത്തേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ പോക്കറ്റിൽ എപ്പോഴും ഇടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ റെഡി ആയി കഴിഞ്ഞാൽ താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ലഞ്ച് ബാഗിൽ എടുത്ത് വയ്ക്കുക. ഇത്രയോട് ബാക്കിയെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞു. ഞാൻ താഴത്തേക്ക് പോവാണ്.
വീട്ടിൽ വന്നതിന് ശേഷം ആദ്യം ലഞ്ച് ബോക്സ് കഴുകി വെച്ചു. അതിൻ്റെ വീഡിയോ ഞാൻ ആ സമയം വ്ളോഗ് വിചാരിച്ച് ഓർമ്മ ഉണ്ടെങ്കിൽ സാധാരണ പോലെ വന്നു, ബാഗ് വെച്ചു, എന്നിട്ട് പാത്രം കഴുകാൻ ചെന്നു, പിന്നെ ഓർമ്മ വന്നു ആ വ്ളോഗ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം ബ്രെഡ് കഴിക്കുമ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ വ്ളോഗ് എടുത്ത്. എല്ലാ ദിവസവും ബ്രെഡല്ല കഴിക്കുക. ചിലപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ വരുന്ന സമയം അങ്ങനെ എണ്ണക്കടികളുണ്ടാവും, അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് വരിക, അങ്ങനെയാണ്. അങ്ങനെ കഴിക്കില്ലെങ്കിൽ ഞാൻ നേരെ രാത്രി ഭക്ഷണം കഴിക്കും. അപ്പോൾ ചെറുതായിട്ട് ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് എൻ്റെ റൂമിലൊക്കെ. ഇങ്ങനെ ഇങ്ങനത്തെ ബോട്ടിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, ഉണക്കമുന്തിരിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിക്കും, കുറേ കഴിക്കും. അങ്ങനെയാണ് വിശപ്പെടുക്കുക. ഇല്ലാത്ത ദിവസം, ഒന്നുമില്ലാത്ത ദിവസം അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് കഴിക്കുക, ഒന്നുമില്ല ദോശയും കൂടെ ഉണ്ടാക്കി കഴിക്കുക, അങ്ങനെയാണ്. അപ്പോൾ വീട്ടിൽ വന്നോണ്ട് നമ്മുടെ അടുത്ത് കുറച്ച് നേരം സംസാരിക്കുക. ആദ്യം ലഞ്ച് ബോക്സ് കഴുകി കഴിഞ്ഞാൽ വല്ലതും കഴിക്കാൻ നല്ല വിശന്നിട്ട് വരിക. അപ്പോൾ അങ്ങനെ വല്ലതും കഴിക്കും, എന്നിട്ട് നമ്മുടെ അടുത്ത് കുറേ നേരം സംസാരിക്കും. കുറേ നേരം ചില സമയത്ത് ഓരോ ദിവസം എങ്ങനെ എന്തൊക്കെ സംഭവങ്ങൾ തന്നാൽ അതിൻ്റെ ബേസിസാണ് ടൈം എത്ര നേരം സംസാരിക്കും എന്നുള്ളതൊക്കെ. അപ്പോൾ ഇപ്പോൾ എന്തായാലും 5:45 ആയി. ഇനി എനിക്ക് മേലൊഴുകണം. ഇനി എന്താ തലയിൽ ഒഴിക്കേണ്ട ഒരു സമാധാനം ഉണ്ട്. എനിക്ക് ശരിക്കും അതൊരു ബുദ്ധിമുട്ടുണ്ട് തലയിൽ വെള്ളമൊഴിക്കുക പറയുന്നത്, ഭയങ്കര കഷ്ടമാണ്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറേ നേരം മുടി തുറന്ന് അഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഉണങ്ങണം വരെ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെയൊക്കെ എന്തോ പോലെ തോന്നും, ഒരു അൺകംഫർട്ടബിൾ ആയിരിക്കും എനിക്ക്. പിന്നെ അത് പിന്നെ കെട്ടണം. ഇതിപ്പോൾ ഊരി കെട്ടി കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ പിന്നെ എന്തായാലും തലയിൽ വെള്ളം ഒഴിക്കേണ്ട. അപ്പോൾ ആ ഒരു സമാധാനം ഉണ്ട്. ഇതെന്താ മേലൊഴുകി കഴിഞ്ഞാൽ പിന്നെ ഓൾറെഡി വൈകുന്നേരത്തെ കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ രാത്രി ഫുഡേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഫോൺ നോക്കിയിരിക്കുക കുറച്ച് നേരം, എന്നിട്ട് പഠിക്കാതിരിക്കുക, അത് തന്നെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ചേഞ്ച് ആവട്ടെ, ഞാൻ ഫ്രഷ് ആവട്ടെ.